സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലോട്ട് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വേർതിരിവ് നമുക്കുണ്ടായിരുന്നത് LDF UDF എന്നുള്ള ഒരു വേർതിരിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലമായി മൂന്നാമത്തെ ഒരു മുന്നണി BJP മുന്നണിയും വന്നു. എന്നാൽ ഞാൻ ഈ വേർതിരിവിനെ പറ്റി ഒന്നുമല്ല പറയുന്നത്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും ഇന്ത്യയിൽ ഒന്നാമതായിട്ട് നിന്നിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇനിയും അങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ജനസംഖ്യ കുറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കൂടുന്നതിനോട് താല്പര്യമുള്ളവരുണ്ടാവും. എനിക്കൊന്നിലും കുറയേണ്ട, നിലനിൽപ്പ് ആണ് എല്ലാ മതങ്ങളുടെയും പ്രശ്നം. അറ്റ്ലീസ്റ്റ് നിലവിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ സംഖ്യയെങ്കിലും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇലക്ഷൻ്റെ നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പറ്റിയില്ല. ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ നിറവും സ്ഥാനാർത്ഥിയുടെ മികവുമൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. അതോടെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ MLA ആകുന്നത്. അതിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സത്യപ്രതിജ്ഞ ചെയ്യാത്തവരാണ് നമ്മുടെ ഈ MLA-മാരിലെ ഭൂരിപക്ഷവും. അവരെല്ലാം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നവരാണ്. അതായത് വെറും പ്രതിജ്ഞയുള്ളൂ, സത്യപ്രതിജ്ഞയല്ല. സത്യം എന്നുള്ളൊരു വാക്ക് അതിനകത്തില്ല. രണ്ടാമത്, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അതിന് കഴിവുള്ളവരാണെങ്കിൽ, അതിൽ വ്യഗ്രരാണെങ്കിൽ അവർ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പക്ഷേ ഈശ്വരനാമത്തിൽ, അതായത് ഈശ്വരനോ അള്ളാഹുവോ യേശുക്രിസ്തുവോ ആരോ ആയിക്കോട്ടെ, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കുറേ പേര് നമ്മുടെ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരെല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷേ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയാവണം വിശ്വാസികളുടെ ഇത്തവണത്തെ വോട്ട്. ഗൗരവപ്രതിജ്ഞ ചെയ്തവർക്ക് നമുക്ക് അടുത്ത തവണ വോട്ട് കൊടുക്കാം. നമുക്ക് ഗൗരവം കുറഞ്ഞ ഈശ്വരവിശ്വാസികളായ, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ വോട്ട് കൊടുത്താൽ നമ്മുടെ ആരാധനാലയങ്ങളും വിശ്വാസങ്ങളും ആരാധനാലയങ്ങളിലെ സ്വർണവും സ്വത്തുമൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടും. അത് ഭരണഘടനാപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ്. നമ്മുടെ മതവും മതസ്ഥാപനങ്ങളും അതിൻ്റെ സ്വത്തുക്കളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് ഈശ്വരവിശ്വാസമുള്ള, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ നമ്മൾ ജയിപ്പിച്ച് വിടേണ്ടി വരും. അടുത്ത് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മന്ത്രിയായ ശ്രീ GR അനിലിൻ്റെ സത്യപ്രതിജ്ഞയാണ്. CPIയുടെ മന്ത്രിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ളക്കാരന്മാരെ ജയിലിലടയ്ക്കാൻ ഇവരൊന്നും കൂട്ടുനിന്നിട്ടില്ല. അപ്പോഴൊക്കെ മതേതരം എന്ന് പറഞ്ഞിട്ട് നിൽക്കും, ഞങ്ങൾ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഇനി നിയമസഭയുടെ ഔദ്യോഗിക രേഖകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സത്യപ്രതിജ്ഞ കേൾക്കുക. അത് കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കുക, സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കാട്ടുകള്ളന്മാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ എന്തുകൊണ്ട് മടിക്കുന്നുവെന്നും എന്തുകൊണ്ട് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നുവെന്നും നിങ്ങൾ കേൾക്കുക. അഡ്വക്കേറ്റ് GR അനിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ കേട്ടല്ലോ. ഇനി തീരുമാനിക്കുക, ഇത്തവണ വീണ്ടും
നെടുമങ്ങാട് മത്സരിക്കാൻ വരുമ്പോൾ, വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഈശ്വര വിശ്വാസികൾ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുക: ഞങ്ങൾ മന്ത്രി അനിൽകുമാറിന് വോട്ട് ചെയ്താൽ നിങ്ങൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ, സഗൗരവം പ്രതിജ്ഞ ചെയ്യുമോ? സഗൗരവം പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് അടുത്ത തവണ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാം, ജയിപ്പിക്കാം. പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തുന്നത് വിശ്വാസികൾക്കെല്ലാം നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.